ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ജർമ്മനിയിലോട്ടുള്ള വരവ് എങ്ങനെ സാധ്യമായി, അതിനായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് വിസയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫുൾ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, ഞാൻ കാര്യങ്ങൾ പറയാം. ഞാൻ ഇങ്ങോട്ട് വരാൻ ട്രൈ ചെയ്തത് ഏകദേശം ഒരു വർഷമാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് ജർമ്മനിയിൽ എത്താൻ പറ്റി. ഞാൻ വന്നിരിക്കുന്ന വിസ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയാണ്. സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുമ്പോൾ ഹൗസ് ബിൽഡിംഗ് അല്ല, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജർമ്മനിയിലോട്ട് വന്നിട്ടുള്ളത്. ഞാനൊരു ഏജൻസി ത്രൂ ആണ് കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ള രണ്ട് കൂട്ടുകാരന്മാരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ ഏത് ഏജൻസി ത്രൂ ആണ് പ്രൊസീഡ് ചെയ്തത്, ആ ഏജൻസി ജെന്യൂൻ ആണോ എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്തു. അങ്ങനെ ജെന്യൂൻ ആണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ ഏജൻസി പോയി കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നപ്പോൾ എനിക്ക് ഏകദേശം ഒരു ധാരണയായി. അങ്ങനെ ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അപ്പനെയും കൊണ്ട് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു ജെന്യൂനിറ്റി കൺഫേം ചെയ്തതിന് ശേഷമാണ് പ്രൊസീഡിങ്സ് ഒക്കെ നടത്തിയത്. PG ചെയ്യാൻ വരുന്ന സ്റ്റുഡന്റിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നാട്ടിൽ നിന്ന് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കാം. നമുക്ക് ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS വേണം. IELTS ഇല്ലാതെ നമുക്ക് ഇങ്ങോട്ട് വരവ് സാധ്യമല്ല. IELTSന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന റിക്വയർമെന്റ് എന്ന് പറയുന്നത് 6.5 ആണ്. എന്നാൽ 6 വെച്ച് വരുന്നവരും ഉണ്ട്. ഏതെങ്കിലും ഏജൻസി IELTS ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ നല്ലപോലെ അന്വേഷിക്കണം. കാരണം IELTS ഇല്ലാതെ വരുന്നവരുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെന്റിൽ IELTS വേണ്ട എന്നാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഏജൻസിയുടെ വാക്ക് കേട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് വലിയൊരു വിപത്തിലേക്ക് നിങ്ങൾ പോകുന്നതിന് തുല്യമായിരിക്കും. ഇനി IELTS വേണ്ട എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ മേ ബി IELTSന് പകരം ഏതെങ്കിലും തരത്തിലുള്ള എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും. സോ അതൊക്കെ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. കാരണം എല്ലാ കാര്യങ്ങളും എനിക്കും അറിയില്ല. ഞാൻ എൻ്റെ ജേണിയിൽ എന്തൊക്കെയായിരുന്നു ആവശ്യമുള്ളത് അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കേഷൻ SSLC, +2, ഡിഗ്രി, ഇത്രയും സർട്ടിഫിക്കേഷൻസ് നമുക്ക് ആദ്യമേ തന്നെ അതിന്റെ കോപ്പീസും കാര്യങ്ങളും നമ്മൾ ഏജൻസിയിൽ കൊടുക്കണം. പിന്നെ ഒരു കാര്യം, എനിക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ട്രാൻസ്ക്രിപ്റ്റോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, അതുപോലെ തന്നെ MOI, ഇത്തരം സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കൈപ്പറ്റാനുള്ളത് അതെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കി അത് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായ ധാരണയിൽ മനസ്സിലാക്കിക്കൊണ്ട് കിട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ്. കാരണം പിന്നീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വലിയ ബാധ്യതയുമാണ്. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കേഷന് പുറമെ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് നമ്മൾ കൊടുക്കണം. റെസ്യൂമയുടെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ ഞാൻ എന്തായിരുന്നു അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റെസ്യൂമെ കൊടുക്കുക. പിന്നീട് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് IELTS ഞാൻ പാസ്സായി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ്, അതൊക്കെ ഞാൻ പിന്നീടാണ് അപ്ഡേറ്റ് ചെയ്തത്. അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അത് ഞാൻ ചെയ്തത് യൂറോപാസിലാണ്. ഇത് ഓരോ ഏജൻസി അനുസരിച്ചിരിക്കും. എൻ്റെ ഏജൻസിയിൽ ഇത്തരത്തിലുള്ള റിക്വയർമെന്റ്സ് ആവശ്യമായിരുന്നു. നിങ്ങളുടെ ഏജൻസിയിൽ മേ ബി വർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യം വരില്ല. ഒരു കംപ്ലീറ്റ് പ്രൊഫൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് അവരെന്നോട് പറഞ്ഞിരുന്നത്. IELTS പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫോർമാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ BA ഹിസ്റ്ററി പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെനിക്ക് കണ്ടെത്തി തന്ന കോഴ്സാണ് ഡാറ്റ ആൻഡ് ഡിസ്കോ സ്റ്റഡീസ്. എൻ്റെ നോൺ കണ്ടീഷണൽ കോഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷനും എനിക്ക് വിസ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരാനുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെന്റ്സ്. അടുത്തത് ജർമ്മനിയിലേക്കുള്ള വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് PG പഠിക്കാൻ നമ്മൾ ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് കാണിക്കേണ്ടി വന്ന തുക 11,904 യൂറോയാണ്, ഏകദേശം ഒരു 11.5 ലക്ഷത്തിന് താഴെ. ഈ എമൗണ്ട് ഒരു റിക്വയർമെന്റായി നിലനിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ തുക വെച്ച് വേണം നമ്മൾ സർവൈവ് ചെയ്യാൻ. അതുകൊണ്ടാണ് വിസ നൽകുന്നതിന് ഇത് കമ്പൽസറി എന്ന് പറയുന്നത്. അതുപോലെ ഈ അക്കൗണ്ടിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്ന് 992 യൂറോ വെച്ച് നമ്മുടെ ജർമ്മൻ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും വരുന്നതായിരിക്കും. ഇതിന് പുറമെ നമ്മൾ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു തുക അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് 360 യൂറോയാണ് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് അടയ്ക്കേണ്ടി വന്നത്. അത് ഓരോ യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചിരിക്കും. അത് മേ ബി വാരി ചെയ്യാം. ഇതിന് പുറമെ നമ്മൾ BFS ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് നമ്മുടെ ഏജൻസിക്കാർ തരുന്നതായിരിക്കും. അത് വളരെ നിർബന്ധമായി അതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൈപ്പിടിക്കണം. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെന്റ്സ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ജർമ്മനിയിലേക്ക് വരാൻ പറ്റുന്ന പ്രോസസ്സ് നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇത്തിരി മെനക്കെടാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയുണ്ട്. അതിനെപ്പറ്റി നല്ലൊരു വിവരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ റെക്കമെൻഡ് ഒരു ഏജൻസി ത്രൂ പോകുന്നതാണ്. പോലെ ഏജൻസിയുടെ ഫീസ് കുറച്ച് കൂടുതലാണ്. അത് 1.5 മുതൽ 2 ലക്ഷം രൂപ വരെ വരാം. അതിന് താഴെയുള്ള പൈസക്ക് ചെയ്തു കൊടുക്കുന്ന ഏജൻസിക്കാരും ഉണ്ട്. എനിക്ക് സെൽഫായിട്ട് ചെയ്യാൻ അതിനുള്ള പ്രാപ്തി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഏജൻസി ത്രൂ വന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ എനിക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡൗട്ടുകൾ തോന്നിയത് ഒന്ന് യൂറോപാസ് ആണ്. യൂറോപാസ് എന്ന് പറയുന്ന ഒരു CV ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ സൈറ്റ് ആണ്. അത് ആർക്ക് വേണമെങ്കിലും ആക്സസിബിൾ ആണ്. 2, സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിക്കണം. സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് നമ്മളൊരു കോൺട്രിബ്യൂഷൻ പോലെ ഒരു തുക കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സെമസ്റ്റർ ടിക്കറ്റ് നമ്മുടെ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുവഴി നമുക്ക് ട്രാവൽ ഫ്രീ ആയിട്ട് നടത്താം. ഇനി നിങ്ങൾക്ക് തോന്നിക്കാണാവുന്ന ഒരു ഡൗട്ടാണ് എന്താണ് കണ്ടീഷണൽ കോഴ്സ്, എന്താണ് നോൺ കണ്ടീഷണൽ കോഴ്സ് എന്നുള്ളത്. കണ്ടീഷണൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വിസ പുതുക്കുന്ന സമയത്ത് ഒരു കണ്ടീഷന്റെ ബേസിൽ മാത്രമേ നമുക്ക് വിസ പുതുക്കി കിട്ടുള്ളൂ എന്നാണെങ്കിൽ അതിനെയാണ് കണ്ടീഷണൽ എന്ന് പറയുക. നോൺ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസ പുതുക്കി കിട്ടാനായിട്ട് ഒരു തരത്തിലുള്ള കണ്ടീഷനും ആവശ്യമില്ല എന്നുള്ളതാണ് നോൺ കണ്ടീഷണൽ കോഴ്സ്. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഏത് തരത്തിലുള്ള കോഴ്സാണ് ജർമ്മനിയിലോട്ട് റെക്കമെൻഡ് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്.
ചോദിക്കുമ്പോൾ ഞാൻ പറയുക നോൺ കണ്ടീഷണൽ കോഴ്സാണ്. കാരണം ഒരു തരത്തിലുള്ള കണ്ടീഷൻ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ വിസ പുതുക്കി കിട്ടുന്നതിനും പ്രശ്നം വരുന്നില്ല. പക്ഷേ കണ്ടീഷണൽ കോഴ്സ് എടുക്കുന്നതും ഒരു കുഴപ്പമില്ല. കണ്ടീഷണൽ കോഴ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാവുന്നതാണ്. പക്ഷേ അതിൻ്റെതായ കണ്ടീഷൻ നിങ്ങൾ മീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിസ റിന്യൂ ചെയ്ത് കിട്ടുകയുള്ളൂ. ഒരു വട്ടം കൂടി സെമസ്റ്റർ ടിക്കറ്റിന്റെ കാര്യം പറയാം. ഈ സെമസ്റ്റർ ടിക്കറ്റ് തുക എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിലേക്കാണ് €360. അത് ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ വീണ്ടും പുതുക്കണം സെമസ്റ്റർ ടിക്കറ്റ്. വീണ്ടും €360 കൊടുത്ത് നമ്മൾ പുതിയ സെമസ്റ്റർ ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യണം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എക്സാക്ട്ലി. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനുള്ള എല്ലാ മറുപടിയും തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.